സാറേ, നമ്മുടെ 28 സംസ്ഥാനങ്ങളിൽ ജനാധിപത്യം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു സംസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും അവിടെയുള്ള ഗുണ്ടകളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ജനങ്ങളുടെ. അമ്മാതിരിയാണ് പശ്ചിമ ബംഗാളിൽ സർക്കാർ മമതാ ബാനർജി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവിടെ വോട്ടിച്ചിട്ട് അടിക്കുകയാണെന്ന് നമുക്കെല്ലാം അറിയാം. പശുത്തൊഴുത്തിലും കാലിത്തൊഴുത്തിലൊക്കെയാണ് അവന്മാർ കയറി ഒളിക്കുന്നത്. ബംഗ്ലാദേശിലുള്ള സകല ബംഗ്ലാദേശികളെയും വിളിച്ചകത്ത് കയറ്റുന്നുണ്ട്. റോഹിംഗ്യൻ മുസ്ലിംസിന്റെ മുഴുവൻ അവിടെയുള്ള പശ്ചിമ ബംഗാളിലെ 6 ജില്ലകൾ, അതിർത്തിയിൽ കിടക്കുന്ന 6 ജില്ലകൾ മുഴുവൻ റോഹിംഗ്യൻ മുസ്ലിംസ് കൈയടക്കി എന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ സ്ത്രീകൾക്കും സുരക്ഷയില്ല. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ നിരന്തരം അച്ചം പുച്ഛം, അവിടെയുള്ള ഗവർണർക്കെതിരെ പെണ്ണ് കേസെടുത്ത് വെച്ചു കൊടുക്കുന്നു, അവിടെ ഒരു കേന്ദ്രമന്ത്രിക്ക് ചെന്ന് ഇറങ്ങാൻ വയ്യ, കേന്ദ്രമന്ത്രി ആക്രമിക്കുന്നു, സ്ത്രീകൾക്ക് സുരക്ഷയില്ല. ഇപ്പൊ നിർഭയ 2 എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ ജനിച്ചിരിക്കുന്നു. അത്രയ്ക്ക് ഭീകരമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് അനുയായിയായിട്ടുള്ള സഞ്ജയ് റോയി എന്ന് പറയുന്ന ഒരുത്തൻ ആ പെൺകുട്ടിയെ ഗ്യാങ് റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നത്. അത് കൂടുതലൊന്നും വിവരിക്കാൻ നമുക്ക് ആവില്ല, അത്രയ്ക്ക് ഇതാണ്. മമതാ ബാനർജി ആണെങ്കിൽ ഇവന്മാരെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മമതാ ബാനർജി 90% തെളിവുകളും നശിപ്പിച്ച ശേഷം ഈ ആർജിക്കർ ആശുപത്രിയിൽ അവിടെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ആൾക്കാർക്ക് നേരെ 7000 തൃണമൂൽ ഗുണ്ടകളെ അഴിച്ചുവിടുന്നു. എന്നിട്ട് പറയുന്നു എനിക്കിതൊന്നും അറിയില്ല, ഇത് കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരുമാണെന്ന് പറഞ്ഞ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയവൽക്കരിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമല്ലേ? ഇവിടെ ഇത്രയും വലിയ സംഭവങ്ങളൊന്നും നടന്നില്ല, ഇതൊക്കെ BJP-യുടെ കയ്യിലാണ്, BJP-ആണ് ഇതൊക്കെ പടച്ചുവിട്ടത് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. പക്ഷെ അത് രാഷ്ട്രീയവൽക്കരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് ഭീകരമായിട്ടാണ് അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നത്, യുവ ഡോക്ടർമാർ തെരുവിലിറങ്ങുന്നത്, ഈ രാജ്യം മുഴുവൻ ആ പ്രതിഷേധം കത്തിപ്പടരുന്നു. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്റെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്, നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താത്തത്? രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താത്തതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, കൊളീജിയം ഡൈനാസ്റ്റി കൃത്യമായിട്ട് ഇന്ത്യ അലയൻസിന്റെ കൂടെയാണ്. കോടതി അത് സ്ക്വാഷ് ചെയ്യും. ഗവൺമെന്റ് എന്ത് നല്ല സ്റ്റെപ്പ് എടുത്താലും കോടതി അത് സ്ക്വാഷ് ചെയ്യും. കോടതി തിരിച്ച് മമതയെ ഭരണത്തിലെത്തിക്കും. കാരണം അത്രയും ബയസ്ഡ് ആണ്. നമ്മൾ ഈ 10 വർഷത്തെ ഇതനുസരിച്ച് പൂർണ്ണമായിട്ടും BJP വിരുദ്ധവും ഇന്ത്യ അലയൻസിന് അനുകൂലവുമായിട്ടുള്ള നിലപാടാണ് കോടതികൾ എടുത്തിരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം, ഈ 77 വർഷത്തെ ഇന്ത്യൻ കോടതികളുടെ ചരിത്രം എടുത്താൽ ബ്രിട്ടീഷ് കോടതികൾ ഇവിടെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അന്ന് കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പായിരുന്നു, കുറ്റം ചെയ്താൽ ശിക്ഷ ഉറപ്പായിരുന്നു ബ്രിട്ടീഷ് കോടതിയിൽ. ബ്രിട്ടീഷുകാരൻ പോയതിനു ശേഷം ദേശീയവാദികളെ അല്ലാതെ ആരെയെങ്കിലും നമ്മുടെ കോടതി കാര്യമായിട്ട് ശിക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാവരെയും എന്തെങ്കിലും കാരണം പറഞ്ഞ് വെറുതെ വിടുകയാണ് ചെയ്തിരിക്കുന്നത്. 2 വയസ്സും 3 വയസ്സും ഉള്ള കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത കേസ് വരെ സാക്ഷിയില്ല, തെളിവില്ല. അതിനൊക്കെ സാക്ഷിയോ തെളിവോ ഉണ്ടാക്കാൻ പറ്റുമോ? കിട്ടുന്നവനെ പിടിക്കുക എന്നുള്ളതല്ലാണ്ട് പോലീസിന് പറ്റുമോ? അപ്പൊ പോലീസ് കൊണ്ടുവരുന്ന തെളിവുകളെ യാതൊരു ന്യായവും ഇല്ലാതെ തള്ളിക്കളഞ്ഞുകൊണ്ട് കുറ്റവാളികളെ മുഴുവൻ അഴിച്ചുവിടുന്ന ഒരു ജുഡീഷ്യറി ഇവിടെയുണ്ട്. ബാക്കി ലോകത്ത് ഏകദേശം 180ഓളം രാജ്യങ്ങളുണ്ട്. അതിൽ 179 രാജ്യങ്ങളിലും കോടതികൾ കുറ്റവാളികളെ ശിക്ഷിക്കാനാണ്. പക്ഷെ ഇന്ത്യയിൽ മാത്രം കോടതികൾ കൃത്യമായിട്ട് കുറ്റവാളികളെ രക്ഷിക്കാനും വൈറ്റ് വാഷ് ചെയ്യാനുമാണ്. അതുകൊണ്ട് ഗവൺമെന്റിന് എന്തെങ്കിലും നടപടി കേന്ദ്ര ഗവൺമെന്റിന് അവിടെ എടുക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ നടപടി എടുത്താൽ കോടതി എടുത്തു ചാടി അതിനെ സ്റ്റേ കൊടുത്ത് അതിനെ ഇല്ലാണ്ടാക്കും. അതുകൊണ്ടായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കാര്യം അതൊന്നുമല്ല. അവിടെ സ്വാതന്ത്ര്യം കിട്ടി, 1947 സ്വാതന്ത്ര്യം കിട്ടി. 1972 വരെ ഈ ബംഗ്ലാദേശിലോട്ട് പോയ ജിഹാദികളെ കോൺഗ്രസ്സുകാർ രഹസ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും അവരുടെ ഭരണം നിലനിർത്താൻ വേണ്ടി. 10,000 വോട്ട് പറയുമ്പോൾ 10,000 പേരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കും. ഇതായിരുന്നു പശ്ചിമ ബംഗാളിലെ കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഭരിച്ചുകൊണ്ടിരുന്നത് നെഹ്റു, ഇന്ദിരാഗാന്ധി, അങ്ങനെ കോൺഗ്രസിന്റെ ഭരണകർത്താക്കളായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ വന്ന ജിഹാദികൾ കാലുമാറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കൂടി. അങ്ങനെയാണ് സിദ്ധാർത്ഥ ശങ്കർ റേയൊക്കെ തോപ്പിച്ചിട്ട് ജ്യോതി ബാസു ഭരണം പിടിച്ചെടുക്കുന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം പിടിച്ചെടുക്കുന്നത്. വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു? അവരുടെ പോപ്പുലാരിറ്റി പറയുമ്പോൾ അവർ പിന്നെയും ജിഹാദികളെ ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവരും. അങ്ങനെ അവരൊരു അത് കുറെ കഴിഞ്ഞപ്പം ജിഹാദികൾക്ക് മനസ്സിലായി, ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായം ഒന്നും വേണ്ട, ഞമ്മക്ക് തന്നെ അങ്ങ് ഭരിക്കാം എന്ന് അവര് മനസ്സിലാക്കി. അവർ മെജോറിറ്റി ആയതോടുകൂടി മുംതാസ് ബീഗത്തിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മുംതാസ് ബീഗത്തിനെ മുഖ്യമന്ത്രിയാക്കി. പേരൊക്കെ വേറെയാ. മുംതാസ് ബീഗം മുഖ്യമന്ത്രിയായി. മുംതാസ് ബീഗം മുഖ്യമന്ത്രി ആയതോടുകൂടി കംപ്ലീറ്റ് അവരുടെ ഭരണം വന്നു. അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മൈമുന ബീഗം എങ്ങനെ ഇന്ദിരാഗാന്ധി ആയിട്ട് ഭരിച്ചോ അതുപോലെ തന്നെയാണ് മുംതാസ് ബീഗം ഇപ്പൊ അവിടെ ഭരിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് ആ പുള്ളിക്കാരത്തി. നിസ്കരിക്കുന്ന പടമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, അങ്ങനെ ഒരു ഭരണം അവിടെ നടക്കുമ്പോഴും
ഇവിടെ സാറിന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടല്ലോ, ഈ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സകല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ അതിഭീകരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കുന്നു. ഉദാഹരണം ഞാൻ ഇവിടെ കൊണ്ടുവരാം. അതായത് നമ്മുടെ കേരളത്തിൽ CPM ഇവരുടെ അലയൻസിൽപ്പെട്ട ആളാണല്ലോ. ഇവിടെ രണ്ടും രണ്ടായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും കേരളത്തിന് പുറത്ത് രണ്ടും ചകരയും പിരിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ സിദ്ധാർത്ഥന്റെ കൊലപാതകം എന്ന് പറഞ്ഞൊരു കൊലപാതകം, വയനാട് വെറ്റിനറി പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു കൊലപാതകം വരുന്നു. സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു പെൺകുട്ടി അതിദാരുണമായി റേപ്പ് ചെയ്യപ്പെടുന്നു, ആ റേപ്പ് ആത്മഹത്യയായി ചിത്രീകരിക്കപ്പെടുന്നു. വയനാട് ഒരു വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥനെ മൂത്രം കുടിപ്പിച്ച് നട്ടല് തകർത്ത് താടിയല് തകർത്ത് 2 ദിവസം പട്ടിണിക്കിട്ട് അതിക്രൂരമായി കൊല്ലുന്നു, അതിനെ ആത്മഹത്യയായി ശ്രമിക്കുന്നു. അവിടെ പ്രിൻസിപ്പാള് ഈ പ്രതികളെ സംരക്ഷിക്കുന്നു, ഇവിടെ ഹോസ്റ്റൽ വാർഡൻ പ്രതികളെ സംരക്ഷിക്കുന്നു. അങ്ങനെ അങ്ങനെ പല സാമ്യതകളും കണ്ടുകഴിയാം. പക്ഷെ ഈ സാറിനറിയാലോ, നമ്മുടെ ഈ ധ്രുവ് റാഠി എന്ന് പറയുന്ന ഒരുത്തനെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ അവന്മാരെല്ലാം കൂടെ. ഈ ധ്രുവ് റാഠി എന്ന് പറയുന്ന ഒരുത്തൻ ഈ സംഭവത്തിൽ മമതാ ബാനർജിയെ വെള്ളപൂശുന്ന നിലപാടാണ് എടുത്തത്. കാരണം അവൻ പറയുന്നത് മമതാ ബാനർജിക്ക് നേരെ ആരോപണങ്ങൾ ഇടാനാണ് പല ആൾക്കാരും ശ്രമിക്കുന്നതെന്ന് ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി ഇതിൽ വാ തുറന്നൊരു കാര്യം മിണ്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിലെ പൂക്കോട് കോളേജിൽ നടന്നിട്ട് പോലും രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല. ഇവർക്കെല്ലാം മിണ്ടാനുള്ളത് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നടന്നു കഴിഞ്ഞാൽ, ജമ്മു കാശ്മീരിലെ കത്വയിൽ നടന്നു കഴിഞ്ഞാൽ, പിന്നെ വേറെ എവിടെയെങ്കിലും വിഷയം നടന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ഇവർക്കെല്ലാം വാ തുറക്കാനായിട്ട് പറ്റുന്നത്. പക്ഷെ നമ്മൾ ഈ ജമ്മു കാശ്മീരിലെ കത്വയിലടക്കം നോക്കിക്കഴിയുമ്പോൾ 90 ദിവസത്തിനകം ഇവിടെ കുറ്റപത്രം സമർപ്പിച്ച് അവിടെയുള്ള പ്രതികളെ മുഴുവൻ ശിക്ഷിച്ചു കഴിഞ്ഞു. ഹത്രാസിൽ നിങ്ങൾ കുറ്റപത്രവും വിചാരണയും എല്ലാം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ നടന്നതെന്നും ആ പ്രതികളെ എങ്ങനെയാണ് ശിക്ഷിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് അവിടെ ലോ ആൻഡ് ഓർഡർ നടപ്പിലാവുന്നുണ്ട്. ഇവിടെ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് സിദ്ധാർത്ഥന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഇപ്പൊ അവിടെയുള്ള കാര്യം പശ്ചിമ ബംഗാളിലെ ആ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ രാഷ്ട്രീയക്കാർ തന്നെ നിന്ന് തെളിവുകളെല്ലാം നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്ത് അതിന്റെ അപ്പുറത്ത് വേറൊരു മാനമുണ്ട്. ഇപ്പൊ ഇന്ത്യ അലയൻസുകാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെല്ലാം നേരത്തെ ഇപ്പൊ ഈ ഭീകരപ്രവർത്തനം ഈ PFI നിരോധിക്കുന്നതിന് മുമ്പ് പല കുറ്റകൃത്യങ്ങളും ജിഹാദികൾ നേരിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്ത്യ അലയൻസുകാർ ചെയ്യുന്ന പരിപാടി ഈ കുറ്റകൃത്യങ്ങളിൽ പലരും മറ്റുള്ള ആൾക്കാരെ മുമ്പിൽ നിർത്തി ചെയ്യിപ്പിക്കുകയാണ്. അത് സിദ്ധാർത്ഥന്റെ കേസാണെങ്കിലും ഗൾഫിൽ പോയി മതം മാറിയിട്ട് വന്ന് ബോംബ് പൊട്ടിച്ച മാർട്ടിന്റെ കേസാണെങ്കിലും പശ്ചിമ ബംഗാളിലെ കേസാണെങ്കിലും, ഈ പശ്ചിമ ബംഗാളിലെ കേസ് കണ്ടോ, ഇപ്പൊ അവസാനം വരുമ്പോൾ കണ്ടോ ഇത് ചെയ്തത് വേറെ ആൾക്കാരാ. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ഒരു തൂപ്പുകാരനെ പിടിച്ച് ഈ കുറ്റത്തിൽ പങ്കാളിയാക്കി അവനെ അറസ്റ്റ് ചെയ്ത് രക്ഷപ്പെടാനാണ് മമതയും പാർട്ടിയും ശ്രമിച്ചത്, അവിടുത്തെ TMC ശ്രമിച്ചത്. ഇപ്പൊ CBI വന്നതോടെ കളം മാറുക, ഒരു യഥാർത്ഥ പ്രതികൾ വരും, ദൈവത്തിന്റെ തെളിവ് എവിടെയാണേലും വരും. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഈ കുട്ടി എന്താണ് അവയവ വ്യാപാരത്തിനെ സംബന്ധിച്ച സീക്രട്സുകൾ കണ്ടുപിടിച്ചു. ഇവരുടെ അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഈ കുട്ടിയെ മൃഗീയമായിട്ട് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു പ്രത്യേക മതത്തിന്റെയും പ്രത്യേക പാർട്ടിയുടെയും ഒക്കെ ആൾക്കാർ ഇതിന്റെ അകത്തുണ്ട്. അതെല്ലാം CBI കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അവിടുത്തെ ഈ മമതാ പാർട്ടി ഈ കേസ് നശിപ്പിക്കാൻ വേണ്ടി ആ ബിൽഡിംഗ് തന്നെ ഇടിച്ചു തകർത്തു. 7000 പേരെ വിട്ട് ക്രൈം സീൻ നശിപ്പിച്ചു. അത് അതിലും വലിയൊരു ക്രൈമാണ്. അപ്പൊ ആ ക്രൈം സീൻ നശിപ്പിക്കുക, ബിൽഡിംഗ് റൈസ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളാണ്. ദൃശ്യത്തിൽ ജോർജ് കുട്ടി ചെയ്യുന്ന കൂട്ട് പരിപാടികളാണ് മമത അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി. മമതയും TMCയും അവിടുത്തെ അപ്പൊ TMCക്കാർ തന്നെ ഇന്നൊരു TMCയുടെ MP തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ പോലീസ് കമ്മീഷണറെ അറസ്റ്റ് ചെയ്യണം, അയാളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് അവിടുത്തെ ഒരു TMC MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റിനാണ്, സെൻട്രലിന് വലിയ റോളൊന്നുമില്ല. തീവ്രവാദം അങ്ങനെയുള്ള വലിയ വലിയ കേസുകളൊക്കെ പിടിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഈ ചെറിയ കേസുകളിലൊന്നും കേന്ദ്രം ഇടപെടുന്നില്ല. കേന്ദ്രം ഇടപെട്ടാൽ, ഏതെങ്കിലും രീതിയിൽ ഇടപെട്ടാൽ അപ്പോഴേക്കും പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി കോടതി രംഗത്ത് വരും. അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ത്യയിൽ. കേന്ദ്രം എന്തെങ്കിലും ഒരു പ്രതിയെ പിടിക്കാമെന്ന് വെച്ചാൽ കോടതി ഈ പ്രതിയുടെ കൂടെ നിൽക്കും. അതൊരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ഇന്ത്യയിൽ. ഇവിടെ ഇതിലെ ദുഃഖകരമായ കാര്യം, ബംഗാളി സ്ത്രീകൾ കഴിഞ്ഞ 1200 വർഷമായിട്ട് ജിഹാദി ഭീകരവാദത്തിന്റെ ഇരകളാണ്. ബംഗാളി സ്ത്രീകൾ, ബംഗാളി ഹിന്ദുക്കൾ. അത് അതിന്റെ എപ്പോഴെങ്കിലും ഇത് കുറയും തീർന്നു എന്ന് അവർ വിചാരിക്കുമ്പോൾ അത് വീണ്ടും അതിഭീകരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിലും ബംഗാളിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ക്രൂരത എന്ന് പറയുന്നത് ഭീകരമാണ്. അതിഭയങ്കരമായ ജിഹാദി ഭീകരതയാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്ന് രക്ഷപ്പെട്ടെന്നാണ് ആ പാവങ്ങൾ വിചാരിച്ചത്. പക്ഷെ അത് വേറൊരു ലെവലിലേക്ക് ഇപ്പൊ കയറിയിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് ഇനിയിപ്പം കേന്ദ്രം നടപടി എടുക്കുന്നത് എന്നുള്ളത്, കേന്ദ്രമാണ് എന്തായാലും നടപടി എടുക്കണമെന്നുള്ളതാണ് രാജ്യത്തെ ആവശ്യം. കാരണം ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. റോഹിംഗ്യകളെ അവിടുന്ന് പുറത്താക്കിയേ പറ്റത്തുള്ളൂ. ഇപ്പം റോഹിംഗ്യകൾ ഇപ്പൊ കേരളത്തിന്റെ വോട്ടിംഗ് ലിസ്റ്റിലും കേരളത്തിന്റെ റേഷൻ കാർഡിലും എല്ലാം റോഹിംഗ്യകൾ കയറിപ്പറ്റി ഇവിടെ വന്ന് അവരുടെ സെക്കൻഡ് ജനറേഷൻ ഇവിടെ ആയി കഴിഞ്ഞു. 50,000 ബംഗ്ലാദേശികൾ കേരളത്തിലുണ്ട് എന്നാണ് ഇന്ത്യൻ ആർമിയുടെ കണക്ക്. 50,000 ഒന്നുമല്ല, 4 ലക്ഷം. ഒരു കോവിഡിന്റെ സമയത്ത് തന്നെ 4 ലക്ഷമായിരുന്നു കോവിഡിന്റെ സമയത്ത്. അപ്പൊ അതുകൊണ്ട്
അപ്പൊ അതിനകത്ത് അവര് റേഷൻ പല രീതിയിൽ ആൾക്കാർ ഇവിടെ സംഘടിച്ചിട്ടുണ്ട്. ബംഗാളിലെ പല ജില്ലകളിലും ഒരു ഭൂരിപക്ഷമായി. ബാക്കിയുള്ളവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ അലയൻസിന് കിട്ടിയ 230 സീറ്റിൽ ഒരു 130 സീറ്റ് എങ്കിലും ഈ ബംഗ്ലാദേശികളുടെ വോട്ട് കൊണ്ടാണ്. 5 കോടി ബംഗ്ലാദേശിയാണ് മൊത്തം ഇവിടെ ഉള്ളത്, ഇന്ത്യ മൊത്തം. ബംഗ്ലാദേശികളുടെ വോട്ട് കൊണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരാരും മിണ്ടാണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിയുടെ വോട്ടാണ് ഇന്ത്യ അലയൻസിന്റെ സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അലയൻസിന്റെ എല്ലാ കാൻഡിഡേറ്റും ആൾക്കാരും ജയിക്കുന്നത് ഈ ബംഗ്ലാദേശികളുടെയും റോഹിംഗ്യകളുടെയും വോട്ട് കൊണ്ടാണ്. അപ്പൊ ആ വോട്ട് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് മാറ്റാനും അവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വിടാനും ഇല്ലാതെ ഇവിടുത്തെ ഹിന്ദു സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാവില്ല. അതുപോലെ തന്നെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവര് ആ തെളിവ് കൂടെ നശിപ്പിക്കുകയും സാക്ഷികളെ കൊല്ലുകയൊക്കെ ചെയ്തുകൊണ്ട് വേറെ ലെവലിലോട്ട് അവരുടെ കുറ്റകൃത്യങ്ങൾ മാറുകയാണ്. അതായത് പശ്ചിമ ബംഗാൾ ഒരു ഗാസയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ ഒരു ഗാസയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം നടപടി എടുത്തില്ലെങ്കിൽ അവിടെ വേറെ ലെവലിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ഒരു 3-4-5 ജില്ല ഈ നോർത്ത് ഈസ്റ്റും ഇന്ത്യയുടെ മെയിൻലാൻഡുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും, ചിക്കനൊക്കെ വിച്ഛേദിക്കപ്പെടും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ കേന്ദ്രം എന്ത് നടപടി എടുക്കുന്നു നമുക്ക് നോക്കിയിരുന്ന് കാണാം. പക്ഷെ ആ കുട്ടിക്കും പേരൻസിനും വന്ന ദുരന്തത്തിൽ ആ കുട്ടിക്ക് പ്രണാമം അർപ്പിക്കുന്നു. അവരുടെ പേരൻസിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരു തയ്യൽക്കാരനായിരുന്നു അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അവരെ ഇത്രയും മൃഗീയമായ രീതിയിൽ കൊന്നു, ശവത്തിനോട് പോലും അനാദരവ് കാണിച്ചു. അതിനും പുറമെ തെളിവ് നശിപ്പിച്ചു. ആ കുറ്റവാളികളേക്ക് പകരം ഡമ്മി കുറ്റവാളികളെ ഇറക്കി. ഇപ്പൊ ഈ UPA ഭരിക്കുന്ന ഇന്ത്യ അലയൻസ് ഭരിക്കുന്ന സ്റ്റേറ്റിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ ആദ്യം പോലീസ് വന്ന് തെളിവ് നശിപ്പിക്കും. കേരളമാണേലും തമിഴ്നാടാണേലും ബംഗാളാണേലും പഞ്ചാബ് ആണേലും. അത് കഴിഞ്ഞിട്ട് വ്യാജ തെളിവുകൾ ഇൻസേർട്ട് ചെയ്യും. വ്യാജ തെളിവുകൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാലത്തെ പറ്റുന്ന കുഴപ്പം പിന്നീട് CBI-യോ സെൻട്രൽ ഏജൻസിയോ വന്നാലും ഈ കേസ് തെളിയിക്കാൻ പറ്റില്ല. ഡമ്മി പ്രതികളെ ഇറക്കും. ഇപ്പൊ ഇവന്മാർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞോ ഡമ്മി ആണോ ഒറിജിനൽ ആണോ എന്ന് CBI ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇറങ്ങിയ ഒരു ഡമ്മി പ്രതിയാണ് സാറിനറിയാലോ. നമ്മുടെ പെരുമ്പാവൂരിലെ ഒരു നിയമ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ ഒരു പ്രതി ഇപ്പോ സുപ്രീം കോടതിയിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന ഒരു പ്രതി, ഞാൻ ഡമ്മിയാണ്, അന്ന് എന്നെ ലോക്നാഥ് ബെഹ്റ നിരപരാധിയെ എന്നെ പിടിച്ചോണ്ട് പോയതാണെന്ന് പറഞ്ഞ ഡമ്മി ഇറങ്ങിയതാണെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതല്ല നമ്മുടെ വിഷയം. ഈ സുവേന്ദു അധികാരി അടക്കമുള്ള അവിടെയുള്ള BJP നേതാക്കൾ വലിയ രീതിയിൽ ഒരു പ്രസ്താവന അന്ന് ഇറക്കിയത് സാറിന് ഓർമ്മയുണ്ടോ? അതായത് BJP ഇവിടെ നരേന്ദ്രമോദിയുടെ 3ാമത്തെ ടേമിൽ അധികാരത്തിൽ മോദി ഏറിയപ്പോ സീറ്റ് കുറഞ്ഞപ്പോ പറഞ്ഞത് എന്തിനാണ് ഈ സബ്കാ സാത്ത് സബ്കാ വികാസം, അതായത് എല്ലാവർക്കും വികസനം, എല്ലാവർക്കും വികാസം എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തിനെതിരെ ഒരു വലിയ ഒരു പൊട്ടിത്തെറി പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു. കാരണം അതുകൊണ്ടാണ് ഇവിടെ പശ്ചിമ ബംഗാളിൽ പലപ്പോഴും സീറ്റ് കുറഞ്ഞത്. കാരണം ഇവർക്ക് എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള വോട്ട് ഇവർ തരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇവരെല്ലാം റോഹിംഗ്യൻ മുസ്ലിംസ് ആണ്. ഇവർക്ക് കൂറ് നമ്മുടെ രാജ്യത്തോടല്ല, ഇവർക്ക് കൂറ് ബംഗ്ലാദേശിനോടാണെന്ന് അവിടെയുള്ള BJP-കാരടക്കം പറയുന്നു. എന്നിട്ട് പോലും ടു ബി ഫ്രാങ്ക് ഞാനൊരു കാര്യം പറയാം സാർ. അതായത് നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിൽ കാണിക്കുന്ന ആ ഒരു നിസ്സീമമായ സമീപനത്തോട് പല ആൾക്കാരും പറയുന്നുണ്ട് നരേന്ദ്രമോദിക്ക് പറ്റില്ലെങ്കിൽ നരേന്ദ്രമോദി രാജിവെച്ച് പോകുന്നു. കാരണം പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടപ്പോൾ മോദി ഒന്നും മിണ്ടിയില്ല. സന്ദേശ് ഖാലിയിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ മോദി ഒന്നും മിണ്ടിയില്ല. പശ്ചിമ ബംഗാളിലേക്ക് കുടിയേറ്റം നടന്നപ്പോൾ മോദി ഒന്നും മിണ്ടിയില്ല. കേന്ദ്രമന്ത്രി ആക്രമിക്കപ്പെട്ടപ്പോൾ മോദി ഒന്നും മിണ്ടിയില്ല. അവിടെയുള്ള ഗവർണർക്കെതിരെ മമതാ ബാനർജി കുഗ്ഡപ്പായിട്ട് പീഡന കേസ് കൊടുത്തു, അപ്പൊ നരേന്ദ്രമോദി ഒന്നും മിണ്ടിയില്ല. ഒന്നും പറയാതെ ഇങ്ങനെ ഒരു ഗവൺമെന്റ് അവിടെ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഇരിക്കുകയാണെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ BJP പ്രവർത്തകർക്കിടയിലെല്ലാം രോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. മറുപടി അവസാനത്തെ ചോദ്യം. അല്ല, അത് പ്രധാനമന്ത്രി വേറൊരു ലെവലിൽ ഇരിക്കുന്നയാളാണ്. അദ്ദേഹം പ്രതികരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടിയുടെയും പിന്തുണ പ്രധാനമന്ത്രിക്കുണ്ട്, രാജ്യത്തിന്റെ പിന്തുണയും പ്രധാനമന്ത്രിക്കുണ്ട്. ഇവിടുത്തെ വിഷയം പ്രധാനമന്ത്രി പ്രതികരിക്കുന്നുണ്ടോ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല. അവിടെ ഭരണഘടന പാലിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപടി എടുക്കണം എന്നൊരു വികാരം പ്രവർത്തകർക്കുണ്ട്. അതിന്റെ ഭരണഘടനാ സാധുതയും അവസരങ്ങളും നോക്കി കേന്ദ്രം ഇടപെടേണ്ട സമയത്ത് ഇടപെടുമെന്ന് തന്നെയാണ്. ഇപ്പൊ ഈ സബ്കേ സാത്ത് സബ്കേ വികാസ് തീർന്നു, ഇനി അതില്ല. ഇനി ഹിന്ദുക്കേ സാത്ത് ഹിന്ദുക്കേ വികാസേ ഉള്ളൂ. ആ 10 വർഷത്തെ സബ്കേ സാത്ത് സബ്കേ വികാസ് കൊണ്ട് വീടുകളും ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പും IAS IPS പോസ്റ്റും മെഡിക്കൽ സീറ്റും എല്ലാം ജിഹാദിക്ക് കിട്ടി എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ടാണ് 400 സീറ്റ് കിട്ടേണ്ടത് 240 പോയത്. ആ BJP-യുടെ ആ നയത്തിൽ പിഴവ് സംഭവിച്ചു. സബ്കേ സാത്ത് സബ്കേ വികാസ് പാടില്ലായിരുന്നു എന്ന് ഇപ്പൊ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഗവൺമെന്റിനും മനസ്സിലായി. ഈ ഇലക്ഷൻ റിസൾട്ട് കൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് ഇനി അതുണ്ടാവത്തില്ല. ഇനി ആർക്കും ഒരു അതേ മിസ്റ്റേക്ക് വീണ്ടും പറ്റത്തില്ല. ഇനി കൃത്യമായിട്ട് ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നവരെയും ദേശീയവാദികൾക്കും പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള നടപടികളെ അടുത്ത ഫെബ്രുവരിയിലെ ബജറ്റിൽ വരത്തുള്ളൂ. സബ്കേ സാത്ത് സബ്കേ വികാസ് കൊണ്ട് ഉണ്ടായത് ജിഹാദിക്കെ സാത്ത് ജിഹാദിക്കെ വികാസ് ആയിരുന്നു എന്ന്
പ്രവർത്തകരും ഗവൺമെന്റും കൃത്യമായിട്ട് മനസ്സിലാക്കി. അതൊരു വലിയ ഒരു ഹിസ്റ്റോറിക് ബ്ലണ്ടർ എന്നോ ടാക്ടിക്കൽ ബ്ലണ്ടർ എന്നോ പറയാം. പാർട്ടിയിൽ നേരത്തെ തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞതാ, സബ്കാ സാത്ത് സബ്കാ വികാസ് തിരിച്ചടിക്കും, കുറെ കൂടെ ബെറ്റർ മുദ്രാവാക്യം കോൺഗ്രസ് ഫ്രീ ഇന്ത്യ എന്നുള്ള 2014-ലെയും 2019-ലെയും മുദ്രാവാക്യമായിരുന്നു നല്ലത്. കോൺഗ്രസ് ഫ്രീ ഇന്ത്യ എന്നുള്ളതായിരുന്നു നല്ലത്. സബ്കാ സാത്ത് സബ്കാ വികാസ് വേണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം നേതാക്കന്മാരും ആൾക്കാരും ഞങ്ങൾ പറഞ്ഞതാണ് ശരി, വിമർശകരൊക്കെ പറയുന്നതാണ് ശരി എന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായി. ഇപ്പൊ വിമർശകര് ഉണ്ടാവും, വിമർശകർ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഗവൺമെന്റ് കണക്കിലെടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇക്കാര്യത്തില് ഈ എന്താണെങ്കിലും ഒരു കാര്യം, ഈ 1200 വർഷമായിട്ട് ബംഗാളി ഹിന്ദുക്കളെയും ഹിന്ദു സ്ത്രീകളെയും ആക്രമിക്കുന്ന ബംഗ്ലാദേശിലും ബംഗാളിലും ഉള്ള ഈ ജിഹാദി അക്രമം കേന്ദ്ര ഗവൺമെന്റ് നിർത്തിച്ചേ മതിയാവും. അത് എന്നേക്കുമായിട്ട് നിർത്തിച്ചേ മതിയാവും. കാരണം ഇവിടുന്ന് അവകാശം വാങ്ങി ബംഗ്ലാദേശിലോട്ട് പോയവർ പല രൂപത്തിലും പല ഭാവത്തിലും ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അവരെ CAA NRC പ്രകാരം, രാജ്യത്തിന് പ്രകാരവും 1947 ഡിവിഷൻ പ്രകാരവും അവരെ തിരിച്ചയക്കുക, അവരുടെ വോട്ട്, ഇവിടുത്തെ വോട്ടും അവരുടെ ആനുകൂല്യങ്ങളും മറ്റ് ആധാറും റേഷൻ കാർഡും എല്ലാം ക്യാൻസൽ ചെയ്ത് അവരെ അങ്ങോട്ട് തിരിച്ചയക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ബംഗാളിനെ രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല. ഇന്ന് അമിത്ഷാജി അത് പറഞ്ഞിട്ടുണ്ട്, അത് നടപ്പിലാക്കുന്ന അമിത്ഷാജി അത് പറഞ്ഞിരിക്കുന്നത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ നമുക്ക് തെറ്റു വന്നാൽ ചൂണ്ടിക്കാണിക്കാവുന്നുള്ള ആണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ നമ്മൾ വിമർശിക്കുകയല്ല ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് തെറ്റു വന്നാൽ അത് ചൂണ്ടിക്കാണിക്കും. ഇതിന്റെ ഒരു പോളിസി മാറ്റേഴ്സിലോ അല്ല എന്തെങ്കിലും പ്രൊസീജിയറിലോ തെറ്റു വന്നാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അത് ജനാധിപത്യപരമായിട്ട് നമുക്ക് അവകാശമുണ്ട്, ഡ്യൂട്ടി ഉണ്ട്, നമ്മളത് ചെയ്യുന്നു. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അതേ സമയത്ത് നമ്മൾ പിന്തുണ കൊടുക്കുന്നു, കൂടുതൽ കൃത്യമായ നടപടികൾ. കാരണം BJP അല്ലാതെ വേറൊരു പാർട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. BJP അത് ചെയ്യണം, ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ബംഗാളിനെ രക്ഷിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതെ, BJP ബംഗാളിനെ രക്ഷിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബംഗാളിൽ എന്തായാലും പ്രതിഷേധം വലിയ രീതിയിൽ ആളിപ്പടരുകയാണ്. അത് രാജ്യം മുഴുവൻ പടരുകയാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ മുഴുവൻ സംഘടനയും പ്രതിഷേധത്തിൽ ഇറങ്ങി രാജ്യത്ത് സകല ആശുപത്രികളിലും സ്തംഭിക്കുന്ന കാഴ്ച, അത് നമ്മുടെ കേരളത്തിലെ ആശുപത്രികളും ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഇപ്പോൾ പറ്റുന്നത്. ബംഗാളിൽ വലിയ രീതിയിൽ ഇന്നൊരു തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു MLA പോലും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക്, പോലീസ് നോട്ടീസ് കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇന്ത്യ മുന്നണിയിൽപ്പെടുന്ന ആൾക്കാർ അവർ ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുകയാണെന്നുള്ളതാണ് വേറെ കൗതുകം. അതിന്റെ ഉത്തരം ഞങ്ങളുടെ നേതാവ് ശ്രീമതി ഖുശ്ബു പറഞ്ഞിട്ടുണ്ട്. ഈ BJP ഭരിക്കുന്ന സ്റ്റേറ്റിൽ എന്തെങ്കിലും ചെറിയ സംഭവം നടക്കുമ്പം നാക്കും വായും വാടകയ്ക്ക് കൊടുക്കുന്നവരാണ് ഈ സിനിമാക്കാരും സ്പോർട്സുകാരും ഈ പ്രതികരണവാദികളെല്ലാം നാക്കും വായും വാടകയ്ക്ക് കൊടുക്കുന്നവരാണെന്നാണ് ഖുശ്ബു പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് കൃത്യമായ വിമർശനമാണ്. ഈ കള്ളക്കരച്ചിലും കരഞ്ഞുകൊണ്ട് ഇതിലെ 10 വർഷം അവാർഡ് വാപ്പസിയും സിറ്റി നക്സൽസ്, സിനിമ, സ്പോർട്സ്, അങ്ങനെ പല രംഗത്തു നിന്നുള്ള സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു, വ്യാജ ബുദ്ധിജീവികള്. അപ്പൊ അവരെയൊക്കെ ഖുശ്ബു ഇന്നലെ തകർത്ത് പഞ്ചറാക്കി വിട്ടിട്ടുണ്ട്. നാക്കും വായും വാടകയ്ക്ക് കൊടുക്കുന്നവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവരെല്ലാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലും പ്രതിഫലത്തിന് വേണ്ടിയോ അവാർഡിന് വേണ്ടിയോ ആണ് ഈ കോൺഗ്രസിന്റെ കൂടെ ഇന്ത്യ അലയൻസിന്റെ കൂടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അപ്പൊ അവര് പ്രതികരിക്കുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. അവര് പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ ഗവൺമെന്റ് നടപടി എടുക്കണം. ഒരു കാര്യം കൂടെ പറയുന്നു, കേരളം ബംഗാളിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. ബംഗാൾ കഴിഞ്ഞാൽ കേരളത്തിലാണ് ഈ പറയുന്ന അക്രമങ്ങളെല്ലാം ഇനി ഈ റോഹിംഗ്യയും ബംഗ്ലാദേശിയും ജിഹാദിയും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മലയാളി സേഫാണ്, ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല, ബംഗാളിലെ വാർത്ത കണ്ട ആരാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും കൂടെ പറയുന്നു. കേരളം അടുത്ത ലിസ്റ്റിൽ തന്നെ ഉണ്ട്. അതുകൂടെ പറഞ്ഞ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും വളരെ നന്ദി സാർ. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.